നമസ്കാരം. ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, 2 പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഇത് സ്ത്രീകളുടെ ലക്ഷ്യബോധത്തെ ഉണർത്തുന്ന വേദി റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത് മലയാള സിനിമയിലേക്ക് ഒരു പിടി നൃത്ത ചുവടുകളുമായിട്ട് വന്ന അഭിനേത്രി, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ സ്വന്തം ഇനിയ. സോ ലെറ്റ്സ് ഞാൻ എന്റെ ഇൻട്രോയില് പറഞ്ഞ പോലെ നമ്മുടെ മലയാള സിനിമയിലേക്ക് നൃത്ത ചുവടുകളുമായിട്ട് വന്ന ഒരു നായികയാണ്. അപ്പൊ ഇനിയനെ കാണുമ്പോൾ നമുക്ക് ഡാൻസ് അറിയാണ്ട് കളിച്ചു പോകും. അങ്ങനെയാണ് പ്രേക്ഷകരും അവരുടെ മനസ്സിൽ ഇനിയാന്ന് പറയുമ്പോ നന്നായിട്ട് ഡാൻസ്. വേറൊരു നല്ല ഡാൻസർ ആണ് കേട്ടോ എന്റെ അടുത്ത് ഇരിക്കുന്നത്. പൊക്കിക്കോളൂ ഇത്രേ ഉള്ളൂ. ശരി, അപ്പൊ ഒരുപാട് നാളായിട്ട് ഞാനിങ്ങനെ ഇനിയനെ ഇവിടേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കായിരുന്നു. പക്ഷെ ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇതുവരെ കിട്ടിയില്ല. അങ്ങനെ ഫൈനലി ഇനിയ നമ്മുടെ റെഡ് കാർപ്പറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കണം. തീർച്ചയായും. ഇപ്പൊ ഒരു 1000-ൽ കൂടുതൽ സ്റ്റേജിൽ പെർഫോം ചെയ്ത ഒരു അതെ, തീർച്ചയായിട്ടും ഉണ്ടാവും. ഓരോ സ്റ്റേജിലും നമുക്ക് പലതരം എക്സ്പീരിയൻസുകളാണ് ഉണ്ടാവുക. അതെ. അപ്പം ഈ എന്താ ഓർമ്മയിലുള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ് എന്തായിരിക്കും? അത് പറയുമ്പോഴാണ് ഒരു സ്റ്റേജ് ഷോയില് 21 ഡാൻസ്, 21 ഡാൻസ്, ഒരു അവാർഡ് ഫംഗ്ഷൻ ആണ്, സ്റ്റാർ നൈറ്റ് ഫംഗ്ഷൻ ആണ്. തമിഴ് ആർട്ടിസ്റ്റ്, തെലുങ്ക് ആർട്ടിസ്റ്റ് എല്ലാവരും ഉണ്ട്. എന്തോ ഉഗാഡി ഫെസ്റ്റ് എന്തോ പോലത്തെ ഒരു പ്രോഗ്രാമാണ്. അപ്പോ തമിഴിൽ നിന്ന് കുറേ ഡാൻസേഴ്സിനെ സെലക്ട് ചെയ്തു, കേരളത്തിൽ നിന്ന് കുറേ ഡാൻസേഴ്സിനെ സെലക്ട് ചെയ്തു. അപ്പോൾ അവിടെ പോയിട്ട് ഡാൻസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഈ ചിരഞ്ജീവി സാറിനെയും അവരെയൊക്കെ കാണുന്ന റെഡ് കാർപ്പറ്റിൽ, ഇതുപോലെ റെഡ് കാർപ്പറ്റ്. അപ്പോൾ എനിക്ക് അന്ന് ഞാൻ ഡാൻസറായിട്ട് വർക്ക് ചെയ്തപ്പോൾ ആലോചിച്ചതാണ്, ഇങ്ങനെയൊക്കെയാണല്ലേ സിനിമാ താരങ്ങളെ വരവേൽക്കുന്നത്. ഭയങ്കര രസമുണ്ടല്ലോ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ എല്ലാവരും ക്യാമറകളൊക്കെ നിരുന്നത്. അതൊരു ഭയങ്കര മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. ഞാൻ അപ്പോൾ ലീഡിങ്ങിൽ നിൽക്കുന്ന ഒരു തെലുങ്ക് ഹീറോയിൻ, എനിക്ക് പേരറിയില്ല, ആ ഹീറോയിന്റെ പുറകിൽ നിന്നിട്ട് ഡാൻസ് കളിക്കുമ്പോൾ നായികയ്ക്ക് സ്പെഷ്യലായിട്ട് വന്ന് ടച്ചപ്പ് ചെയ്യുക, അതുപോലെ അവരെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത്, ഫാന്, ജ്യൂസ്, ഇതൊക്കെ കാണുമ്പോൾ ഞാനും ഒരു ദിവസം നടിയാകും. അങ്ങനെ മനസ്സിൽ ചെറുതായിട്ട് എവിടെയൊക്കെ പൊട്ടി മുളച്ചോട്ടോ. അതൊക്കെ കണ്ട് വളർന്നിട്ടായിരിക്കണം എനിക്ക് പിന്നെ അതിലേക്ക് കൂടുതൽ പ്രിയം തോന്നിയതും ഇന്ന് ഇവിടെയൊക്കെ എത്താൻ പറ്റിയതും. അപ്പൊ അതാണ് അന്ന് മുതൽ ഈ ഒരുപാട് പേരുടെ ബാക്കിൽ ഇങ്ങനെ ഡാൻസ് ചെയ്തു. ഈ ഒരു ഡാൻസ് എന്ന് പറഞ്ഞ കല കൊണ്ട് ഒത്തിരി നല്ല എക്സ്പീരിയൻസ് കിട്ടി. അങ്ങനെ സിനിമയിലേക്ക് വന്നു. അപ്പോഴൊക്കെ ഈ സമയങ്ങളിൽ മനസ്സിൽ തൊട്ട് പോയ ആഗ്രഹങ്ങളായിരിക്കും, ഒരു ഹീറോയിൻ ആവണം. ആൻഡ് ഫൈനലി അങ്ങനെ ഒരു ഹീറോയിൻ ആയിട്ട് ഡാൻസിൽ നിന്ന് പിന്നെ എത്തിയത് മോഡലിംഗിലേക്കാണ്. അതെ, മിസ്റ്റർ വാൻഡ്രം 2005 വിന്നറായി. ഈ കാറ്റ് വാക്ക് ഒക്കെ ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടി ആ സമയത്ത്? അല്ല, അറിയില്ലായിരുന്നു ശരിക്കും, കുറെ തെറ്റിക്കും. പിന്നെ എന്താ പറയാ, ഡാൻസ് ചെയ്യുന്നത് കൊണ്ട് സ്റ്റേജ് ഐഡിയ ഉണ്ട്, പക്ഷേ ഈ മോഡലിംഗ് എന്ന് പറയുന്നത് ഡാൻസിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പ്രത്യേകിച്ച് ഇതേപോലെ റാം ഷോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെ വേറെയാണ്. അതിന്റെ ഇടയിലാണ് ഈ കാറ്റ് വാക്ക്. നമുക്ക് ഇപ്പൊ ഈ റെഡ് കാർപ്പറ്റിൽ ഒരു കാറ്റ് വാക്ക് നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും? ഈ ഡ്രസ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ബട്ട് ഐ വിൽ മാനേജ്. കാറ്റ് വാക്ക് അല്ല, കാറ്റിന്റെ സി മാറ്റിയിട്ടുള്ള വാക്ക്, അറ്റ് വാക്ക്.
അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു പെർഫോമർ വരാൻ പോവാണ്. ഇതുപോലെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ സൂക്ഷിക്കുന്ന, കരിയറിനെ കുറിച്ച് അല്ലെങ്കിൽ വളർന്നു വരുന്ന ആ ഒരു കാര്യങ്ങളെ കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു മിടുക്കിയായിട്ടുള്ള പെൺകുട്ടിയാണ്. അപ്പൊ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം അല്ലേ? സോ ലെറ്റ്സ് റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഞാൻ അലീന പീറ്റർ എന്നൊക്കെ പേര് വിളിച്ചപ്പോ ഞാൻ കുറച്ചും കൂടി ഒരു വലിയ കുട്ടിയായിരിക്കും. ഇത് ഇത്തിരി ഉള്ളുവല്ലോ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 2ല്. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, എലീനയും എന്റെ ഡ്രസ്സ് ഏകദേശം ഒരേ കളറാണ്. ഒരു പേർപ്പിൾ ഫാമിലി പോലെ. നമ്മള് 3 പേരുടെ ഞങ്ങളുടെ എന്റെ ഡ്രസ്സും വളയുടെ കളറ്, ബോയുടെ കളറ്. ഇതൊക്കെ ഈ ഡ്രസ്സൊക്കെ ആരാ വാങ്ങിച്ചു തരണേ? എന്റെ വല്യമ്മച്ചിയാ. വെല്ലിമച്ചിയാണ് എല്ലാം ഡിസൈൻ അതെയോ സെലക്ട് ചെയ്ത് തരുന്നത്? എലീന എവിടുന്നാ വരുന്നത്? കോട്ടയം. കോട്ടയത്ത് നിന്നാണ്. അതാണ് വല്യമ്മച്ചി. എന്നിട്ട് ഈ കോട്ടയത്ത് ഇപ്പോ എന്താ സ്കൂളിലൊക്കെ ഭയങ്കര താരമാണ്. ഒരുപാട് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്ത് സമ്മാനമൊക്കെ കിട്ടി. അങ്ങനെ കലാതിലകമൊക്കെ ആയെന്ന് കേട്ടു. കവിതയ്ക്കും പിന്നെ ലൈക്ക് മ്യൂസിക്കിനും എനിക്ക് 2nd ഗ്രേഡ് ഉണ്ട്. A ഗ്രേഡ് ഉണ്ട്. പിന്നെ ഞാൻ കലാതിലക സ്കൂളിലത്തെ. ഞാൻ കലാതിലകം ആ സ്കൂളിലത്തെ. കലാതിലകം അലീന പീറ്റർ അല്ലേ? അപ്പൊ അലീന ഈ ഇപ്പോഴും ഇത്ര കുഞ്ഞാണല്ലോ, ഏത് വയസ്സിലാണ് പാട്ട് പഠിച്ചു തുടങ്ങിയത്? കുഞ്ഞിലേ തൊട്ട് പഠിച്ചിട്ടുണ്ട്. ഇതിലും കുഞ്ഞിലെ പഠിച്ചു തുടങ്ങി. ശരി, ക്ലാസിക്കലാണോ പഠിക്കണേ? അതേ ലളിതഗാനാണോ നാടൻ പാട്ടാണോ ഏതാ പഠിക്കണേ? ക്ലാസിക്കലാ. ആരാ പഠിപ്പിക്കണേ? അമ്മ മ്യൂസിക് ടീച്ചറാ? അല്ല, അമ്മയെ പഠിപ്പിക്കുന്നേ. ഓ, അമ്മയാണ് പഠിപ്പിക്കുന്നത്. അമ്മ ഇങ്ങനെ സപ്തസ്വരങ്ങളൊക്കെ അമ്മയ്ക്ക് പഠിപ്പിച്ചു അറിയോ? അതായിരിക്കും അമ്മയ്ക്ക് അറിയാം. അമ്മയ്ക്കെല്ലാം അറിയാം. ഒരു സകല വല്ലഭയാണ് അല്ലേ? അമ്മ വന്നിട്ടുണ്ടോ? അമ്മ വന്നിട്ടുണ്ട്. അതെ, അമ്മയെ നമുക്ക് എന്തായാലും പരിചയപ്പെടണം. അതിനും ഈ അലീന ഗാനമേളകൾക്ക് ഇതുപോലെ ഒരു സ്ഥലത്ത് ഗാനമേള വന്നപ്പോ അവിടെ കയറി പാടി. അപ്പോഴാണ് എല്ലാവരും അറിയേണ്ടത് അലീനയ്ക്ക് നന്നായിട്ട് പാടാൻ കഴിവുണ്ട്. അത് ഏത് പ്രായത്തില മോളെ? അത് ഞാൻ അംഗൻവാടിയിലൊക്കെ പഠിക്കും. അംഗൻവാടിയിൽ പഠിക്കുമ്പോ അച്ചോ, ഏത് പാട്ടാ പാടിയത് അന്ന്? കണ്ണാന്തുമ്പി. എന്നിട്ട് കണ്ണാന്തുമ്പി പാടിയപ്പോ എല്ലാവരും പറഞ്ഞു കൊള്ളാം, ഇനി മോള് നന്നായി പാട്ട് പാടണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. ആ പാട്ടൊന്ന് പാടുവോ? നമ്മൾ അന്ന് ഗാനമേളയ്ക്ക് പാടിയത്. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാനില്ലല്ലോ എന്നിനുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോലം കളിയാടാമീ കിളിമരത്തണലോലം. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാനില്ലല്ലോ എന്നിനുള്ളിൽ പൂക്കാലം. അതിനുശേഷം പിന്നെ സ്റ്റേജില് പാട്ടൊക്കെ ഗാനമേളയ്ക്കൊക്കെ പാടിയിട്ടുണ്ടോ? അന്ന് അംഗൻവാടി കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ഇരുന്ന് കുറെ പാട്ടൊക്കെ പഠിക്കുന്നുണ്ട്. പാട്ട് പഠിക്കും, എന്നിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ പാടിയിടും, അങ്ങനെയൊക്കെ ചെയ്യാം. രാവിലെ എണീറ്റ് ഉടനെ പാട്ട് പാടും. രാവിലെ എഴുന്നേറ്റ ഉടനെ സരിഗമ ചെല്ലും. രാവിലെ എഴുന്നേക്കാൻ ഒരു ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവോ? ഇങ്ങനെ ഉണ്ടാവോ? പല്ല് വെച്ചിട്ടായിരിക്കുന്നത്. ഉടനെ അങ്ങനെയാണല്ലേ? അത് ശരി. ഈ പല്ല് തേക്കണതിന് മുമ്പ് എഴുന്നേപ്പിക്കുന്നത് അമ്മയാണോ അതോ സ്വന്തമായിട്ട് പാട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് എണീക്കോ? അത് അമ്മ നിർബന്ധിക്കോ? ഞാൻ തന്നെ സ്വന്തമായിട്ട് എഴുന്നേക്കും. ആണോ? പഠിക്ക്. എന്നെയൊക്കെ മമ്മി ഇങ്ങനെ എണീക്ക് പറഞ്ഞ് കുത്തിപ്പോക്കണം. അതാണ്. ഇനി നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെയൊക്കെ പരിചയപ്പെടാം. നമസ്കാരം, എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ചേട്ടന്റെ പേര് പറയൂ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? എവിടെ? നാട് എവിടെ? നിങ്ങളുടെ കോട്ടയത്ത് തന്നെ? കോട്ടയത്ത് തന്നെ. അപ്പൊ മോൾക്ക് ഇങ്ങനെ പാട്ട് പാടാനുള്ള മുണ്ടക്കയത്താണ്. മോൾക്ക് പാട്ട് പഠിക്കാനും ഒക്കെ സൗകര്യം എങ്ങനെയാണ് ചേട്ടൻ? എവിടെയെങ്കിലും പോയി, അതായത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ? കാഞ്ഞിരപ്പള്ളി അവിടെ പാട്ട് പഠിപ്പിക്കുന്നിടത്ത് പാട്ട് പാടാൻ വിടുന്നുണ്ട്. അത് ശരി. അപ്പൊ മോൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ പ്രായത്തിൽ സ്റ്റേജിൽ കയറി പാടി എല്ലാവരും നന്നായിട്ട് പാടുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ അടുത്തൊരു ക്ലബിന്റെ ഗാനമേള വന്നു. അന്നേരം ഇതുപോലെ പാടാൻ കൊടുത്തപ്പം എല്ലാരും പറഞ്ഞു അംഗൻവാടി പഠിക്കുമ്പോഴാ. അത് ശരി. അങ്ങനെ ചെയ്യാനും കൂടെ ഇതായി. പിന്നെ പാട്ട് പാടി ഇതിനകത്ത് ഫേസ്ബുക്കില്. അടിപൊളി. അപ്പൊ അച്ഛന്റെ സപ്പോർട്ട് എന്തായാലും കൂടെ ഉണ്ട്. എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ മതി, അതിനനുസരിച്ച് അച്ഛൻ ഉണ്ടാവും. ഇനി ഇതാരാണ്? പേര് അമ്മ. അമ്മയുടെ പേര് മഞ്ജു. അപ്പൊ അമ്മയാണ് പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു. അപ്പൊ അമ്മ എങ്ങനെയാ പാട്ട് പഠിച്ചിട്ടുണ്ടോ അതെയോ എങ്ങനെയാണ് പാട്ട് പഠിപ്പിച്ചു കൊടുക്കുക?
അല്ല, പഠിപ്പിക്കാൻ വിടുന്നുണ്ട്. ആ അന്നേരം ടീച്ചർ പഠിപ്പിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞാനൊന്ന് സപ്പോർട്ട് ചെയ്ത് ഓ കൊടുക്കും. അങ്ങനെ അങ്ങനെ അതെ അതെ ആ കൂടെ ഒരാൾ നിക്കണമല്ലോ ഈ ഒരു പ്രായം ആയതുകൊണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ പാട്ടുകൾ സെലക്ട് ചെയ്യുന്നതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കും. ആ അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടീച്ചറിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. സൂപ്പർ. ഇനി ഈ അമ്മയുടെ പേര് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ അമ്മയാണോ? ആ പേരെന്താണ്? എൻ്റെ പേര് മോളി. ഇതാണോ മോള് പറഞ്ഞ വല്യമ്മച്ചി? ഇതാണോ? ആ അപ്പൊ വല്യമ്മച്ചിയാണ് അലീനയുടെ ഫാഷൻ ഡിസൈനർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്ഥലത്ത് പോകുമ്പോ ഏത് ഡ്രസ് ഇടണം, ഏത് കളർ വേണം, അങ്ങനെയൊക്കെ അല്ലേ? അതൊക്കെ മേടിച്ചു തരുന്നത് എന്റെ വലിയ അതൊക്കെ മേടിച്ചു എല്ലാം മേടിച്ചത് വല്യമ്മച്ചിയുടെ. എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അലീനയ്ക്ക് ഇഷ്ടം വല്യമ്മച്ചിയോടാണെന്ന് തോന്നുന്നു. ആണോ? ആ അതാണ്. അച്ഛന്റെ കൈ കെട്ടി ഒരു ചിരി. ഓഹോ പാവോ ചുമ്മാ. എന്തായാലും വല്യമ്മച്ചി ഇതുപോലെ തന്നെ നല്ല നല്ല ഉടുപ്പുകളും നല്ല ഭക്ഷണവും ഒക്കെ ഇങ്ങനെ കൊടുത്ത് അലീനെ ഇങ്ങനെ ഹാപ്പി ആക്കി വെച്ചിരിക്കുന്നോണ്ട് ഭയങ്കര സ്നേഹമാണ് വല്യമ്മച്ചിയോട് അല്ലേ? എനിക്കും ഭയങ്കര ആഗ്രഹം അവള് പാടുന്നത് കാണാൻ. ആ എപ്പോഴും ഞാൻ പാടിപ്പിക്കും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ടാണ് ഇത്ര ദൂരെ യാത്ര ചെയ്ത് ആ പെർഫോമൻസ് കാണാൻ വല്യമ്മച്ചി വന്നിരിക്കുന്നത്. അതെ അതെ, സന്തോഷം. ഇനി ഇതാരാണ്? എൻ്റെ പേര് ആൽബിൻ. ആൽബിൻ ഏത് ക്ലാസ്സിലാ പഠിക്കുകയാണോ? 10ലാണ്. ആ അലീനയുടെ ചേട്ടൻ. ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ എന്താണ് സ്കൂളിലെ ആക്ടിവിറ്റീസ് ഒക്കെ? ഞാൻ SPCയിലുണ്ട്. SPC. എനിക്ക് ചെവിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് എനിക്ക് കേൾക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അലീനയുടെ പെർഫോമൻസിലേക്ക് കടക്കാം. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഏത് പാട്ടാണ്? കൈക്കുടന്ന നിറയെ. കൈക്കുഴന്ന നിറയെ. കൈക്കുടന്ന നിറയെ. അതന്നെ, ആ പാട്ടാണ് ജയറാമേട്ടൻ അഭിനയിച്ച ആ പാട്ടല്ലേ? മോഹൻലാൽ. ശരി, എന്തെങ്കിലും ആവട്ടെ. നാളെ തന്നെ പോയിട്ട് ചെവി ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി. ഓക്കെ, അപ്പൊ ആരഭിനയിച്ച പാട്ടാണെങ്കിലും അത് അലീന പാടുന്നു, ഞങ്ങൾ കേൾക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈക്കുടന്ന നിറയെ.
താങ്ക് യു. സൂപ്പർ. നല്ല മിടുക്കിയിട്ട് പാടിട്ടോ. നല്ല എന്താ പറയാ, ഓരോ ഇങ്ങനെ വാക്കുകൾ എടുത്തെടുത്ത് നല്ല ക്യൂട്ട്, ഭയങ്കര സംഗതികളും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയുള്ള ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അല്ലേ? വലിയ സൗണ്ട് വരുന്നത് അല്ലേ? അതെ, ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ ശരിക്കും. ഭയങ്കര രസമായിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഹാപ്പി അല്ലേ? ഞങ്ങൾ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. നല്ലൊരു പാട്ട് നമുക്ക് പക്ഷെ ഇത് വേണ്ടിയിട്ട്. എടുത്താൽ പൊങ്ങാത്തൊരു പാട്ടാണ് കേട്ടോ. ഈ ഒരു ഭയങ്കര ധൈര്യം തന്നെ വേണം ഈ ഒരു പാട്ട് പാടാനായിട്ട്. ഇതും അമ്മയുടെ തന്നെ ഒരു തീരുമാനമായിരിക്കും അല്ലേ? ഈ പാട്ട് അമ്മയുടെ അമ്മയാണ്. അപ്പൊ അമ്മയ്ക്കും വല്യമ്മച്ചിക്കും ചേട്ടനും അച്ഛനും ഒക്കെ ഇഷ്ടപ്പെട്ടില്ലേ? യെസ്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു സമ്മാനം ഞങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ? കൈ കുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം അപ്പൊ എന്തായാലും നല്ല മിടുക്കി കുട്ടിയായിട്ട് നമുക്ക് വേണ്ടി പാട്ടൊക്കെ പാടി തന്നു. ഇനി വേറെ വേറെ സ്റ്റേജിൽ നമുക്ക് കാണണം കേട്ടോ. റിയാലിറ്റി ഷോയിലൊക്കെ. അതെ, റിയാലിറ്റി ഷോസിൽ കാണണം. പിന്നെ അടുത്തടുത്ത വർഷങ്ങളിൽ വീണ്ടും കലാതിലകമാവണം. അങ്ങനെ അലീന പീറ്റർ എന്നുള്ള പേര് ഇങ്ങനെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. യെസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ടാറ്റ പറയാം നമ്മുടെ പ്രേക്ഷകരോട്. സോ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്.
jewelry.